സത്യദീപം ഒരുക്കുന്ന ലോഗോസ് ക്യൂസ് കമ്പാനിയനിലേക്ക് സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം ആമുഖവും ഒപ്പം 11-12 അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ചോദ്യം ചോദിച്ച് മൾട്ടിപ്പിൾ ഉത്തരങ്ങൾ പറഞ്ഞതിന് ശേഷം അല്പസമയം ശരിയായ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് സമയം നൽകുന്നു. ശേഷം ക്യൂസ് മാസ്റ്റർ ഉത്തരം നൽകി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ലോഗോസ് ക്യൂസ് കമ്പാനിയൻ. ചോദ്യം 1. ന്യായാധിപന്മാർ ന്യായപാലകനായിട്ടല്ല അറിയപ്പെടുന്നത്, പിന്നെ എങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ധീരന്മാർ, ഓപ്ഷൻ ബി രാജാക്കന്മാർ, ഓപ്ഷൻ സി യുദ്ധവീരന്മാർ. ഉത്തരം യുദ്ധവീരന്മാർ. 2. അവിശ്വസ്തമായി പ്രവർത്തിച്ച ജനത്തോട് ദൈവം എന്തു ചെയ്തു? ഓപ്ഷൻ എ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു, ഓപ്ഷൻ സി വധിച്ചു, ഓപ്ഷൻ സി ശപിച്ചു. ഉത്തരം ഓപ്ഷൻ എ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ചോദ്യം 3. ഗോത്രങ്ങൾ സംഘടിതമായി ശത്രുവിനെ നേരിട്ടത് ആരുടെ കാലത്ത്? ഓപ്ഷൻ എ ഇബ്സാൻ ഏലോൻ, ബി അബ്ദോൻ സാംസൺ, സി സാംസൺ ഗിദയോൻ. ഉത്തരം സാംസൺ ഗിദയോൻ. ചോദ്യം 4. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രധാന ശത്രുക്കൾ ആരൊക്കെ? ഓപ്ഷൻ എ ഈജിപ്തുകാർ കാനാന്യർ, ഓപ്ഷൻ ബി ജബൂസ്യർ ലദീസ്യർ, ഓപ്ഷൻ സി കാനാന്യർ, മോവാബ്യർ, അമ്മോന്യർ, മിദിയാൻകാർ, ഫിലിസ്ത്യർ. ഉത്തരം ഓപ്ഷൻ സി കാനാന്യർ, മോവാബ്യർ, അമ്മോന്യർ, മിദിയാൻകാർ, ഫിലിസ്ത്യർ. 5. ചോദ്യം. ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൽ ദൈവപ്രേരണയാൽ ഇസ്രായേലിൻ്റെ വിമോചകരായി പ്രവർത്തിച്ച എത്ര നേതാക്കന്മാരെ കുറിച്ച് വിവരിക്കുന്നു? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 12. ഉത്തരം ഓപ്ഷൻ സി 12. 6. ചോദ്യം. ജെഫ്തായുടെ നാട്. ഓപ്ഷൻ എ ഇസ്രായേൽ, ഓപ്ഷൻ ബി ഗിലെയാദ്, ഓപ്ഷൻ സി ഈജിപ്ത്. ഉത്തരം ഗിലെയാദ്. 7. ചോദ്യം. ജെഫ്തായുടെ പിതാവ് ആര്? ഓപ്ഷൻ എ ഗിലെയാദ്, ബി സാംസൺ, സി ഏഹൂദ്. ഉത്തരം ഗിലെയാദ്. 8. ചോദ്യം. ഒരു വ്യക്തിയുടെ പേരും സ്ഥലത്തിൻ്റെ പേരും ഒന്നുതന്നെയായി പരാമർശിക്കുന്ന വാക്ക് ഏത്? പേര് എന്ത്? ഓപ്ഷൻ എ വാക്യം 11:2 പേര് ജെഫ്ത, ഓപ്ഷൻ ബി വാക്യം 11:1 പേര് ഗിലെയാദ്, ഓപ്ഷൻ സി വാക്യം 12:8 പേര് ഇബ്സാൻ. ഉത്തരം ഓപ്ഷൻ എ വാക്യം 11:1 പേര് ഗിലെയാദ്. 9. ചോദ്യം. ആരാണ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതായി ന്യായാധിപൻ 11:4 പരാമർശിക്കുന്നത്? ഓപ്ഷൻ എ എഫ്രായിംകാർ, ഓപ്ഷൻ ബി മോവാബ്യർ, ഓപ്ഷൻ സി അമ്മോന്യർ. ഉത്തരം അമ്മോന്യർ. 11. ചോദ്യം. എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? ആര് ആരോട് ചോദിച്ചു? ഓപ്ഷൻ എ ജെഫ്ത അമ്മോന്യ രാജാവിനോട്, ഓപ്ഷൻ ബി ഗിലെയാദ് ജെഫ്തയോട്, സി ജെഫ്ത മോവാബ്യരോട്. ഉത്തരം ജെഫ്ത അമ്മോന്യ രാജാവിനോട്. 11. ചോദ്യം. എഫ്രായിമിൽ നിന്നുള്ള അഭയാർത്ഥി ഷിബോലത്ത് എന്നത് ശരിയായി ഉച്ചരിക്കാതിരിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ സിബോലത്ത്, ഓപ്ഷൻ ബി ഷബോലത്ത്, ഓപ്ഷൻ സി ബോലത്ത്. ആൻസർ ഓപ്ഷൻ എ സിബോലത്ത്. 12. ചോദ്യം. അന്നാളുകളിൽ ഗിലെയാദുകാർ എഫ്രായിമിനോട് എതിർത്തപ്പോൾ വധിക്കപ്പെട്ടവർ എത്ര? ഓപ്ഷൻ എ 50,000, ഓപ്ഷൻ ബി 10,000, ഓപ്ഷൻ സി 40,000. ഉത്തരം ഓപ്ഷൻ സി 40,000. 13. ചോദ്യം. ജെഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഓപ്ഷൻ എ 5 വർഷം, ഓപ്ഷൻ ബി 4 വർഷം, സി 6 വർഷം. ഉത്തരം ഓപ്ഷൻ സി 6 വർഷം. 14. ചോദ്യം. ജെഫ്തയ്ക്ക് ശേഷം വന്ന ഇസ്രായേലിലെ ന്യായാധിപൻ. ഓപ്ഷൻ എ ഇബ്സാൻ, ഓപ്ഷൻ സി ബി ഗിലെയാദ്, സി അബ്ദോൻ. ഉത്തരം ഓപ്ഷൻ എ ഇബ്സാൻ. 15. ചോദ്യം. ഇബ്സാൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഓപ്ഷൻ എ 7 വർഷം, ഓപ്ഷൻ ബി 6 വർഷം, ഓപ്ഷൻ സി 5 വർഷം. ഉത്തരം ഓപ്ഷൻ എ 7 വർഷം. 16. ചോദ്യം.
ഏലോൺ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഓപ്ഷൻ എ 10 വർഷം, ഓപ്ഷൻ ബി 7 വർഷം, ഓപ്ഷൻ സി 1 വർഷം. ഉത്തരം ഓപ്ഷൻ എ 10 വർഷം. 17ാമത്തെ ചോദ്യം, അയ്യാലോൺ ഏത് ദേശത്താണ്? ഉത്തരം ഓപ്ഷൻ എ കാനാൻ ദേശത്ത്, ഓപ്ഷൻ ബി ഇസ്രായേലിൽ, ഓപ്ഷൻ സി സെബുലൂൺ ദേശത്ത്. ആൻസർ ഓപ്ഷൻ സി സെബുലൂൺ ദേശത്ത്. 18ാമത്തെ ചോദ്യം, ഏലോൻ മരിച്ചു വാക്യം എത്ര? ഓപ്ഷൻ എ 12:1, ഓപ്ഷൻ ബി 12:12, ഓപ്ഷൻ സി 12:10. ഉത്തരം ഓപ്ഷൻ ബി 12:12. 19ാമത്തെ ചോദ്യം, ഏലോന് ശേഷം വന്ന ന്യായാധിപൻ ആര്? ഓപ്ഷൻ എ ഗിലെയാദ്, ബി ജെഫ്ത, സി അബ്ദോൻ. ഉത്തരം സി അബ്ദോൻ. 20ാമത്തെ ചോദ്യം, അബ്ദോന്റെ പിതാവ് ആര്? ഓപ്ഷൻ എ പിറതോന്യനായ ഹില്ലേൽ, ഓപ്ഷൻ ബി ജെഫ്ത, ഓപ്ഷൻ സി ഗിലെയാദ്. ഉത്തരം എ പിറതോന്യനായ ഹില്ലേൽ. 21ാമത്തെ ചോദ്യം, അബ്ദോന്റെ പുത്രന്മാർ എത്ര? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 80, ഓപ്ഷൻ സി 40. ഉത്തരം ഓപ്ഷൻ സി 40. 22ാമത്തെ ചോദ്യം, ഏതു സ്ഥലത്താണ് കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചതായി പറയുന്നത്? ഓപ്ഷൻ എ മിസ്പായിൽ, ഓപ്ഷൻ ബി ജെറുസലേമിൽ, ഓപ്ഷൻ സി ഇസ്രായേലിൽ. ഉത്തരം മിസ്പായിൽ. 23ാമത്തെ ചോദ്യം, ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ എവിടെ പോയാണ് ജെഫ്തായെ കൂട്ടിക്കൊണ്ടുവന്നത്? ഓപ്ഷൻ എ കാദഷ്, ഓപ്ഷൻ ബി ഇസ്രായേൽ, ഓപ്ഷൻ സി തോബ് ദേശം. ഉത്തരം തോബ് ദേശം. 24ാമത്തെ ചോദ്യം, യുദ്ധം കൂടാതെ തിരിച്ചു കിട്ടണമെന്ന് അമ്മോന്യ രാജാവ് ജെഫ്തായോട് പറഞ്ഞ സ്ഥലം ഏത്? ഓപ്ഷൻ എ അർണോൺ മുതൽ ജബോക്കും ജോർദാൻ വരെയുമുള്ള സ്ഥലം, ഓപ്ഷൻ ബി തോബ് ദേശം, ഓപ്ഷൻ സി കാനാൻ ദേശം. ഉത്തരം അർണോൺ മുതൽ ജബോക്കും ജോർദാൻ വരെയുമുള്ള സ്ഥലം. 25ാമത്തെ ചോദ്യം, നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് ആരോടെല്ലാമാണ് ഇസ്രായേൽ അപേക്ഷിച്ചത്? ഓപ്ഷൻ എ ഈജിപ്തുകാരോട്, ഓപ്ഷൻ ബി അമോന്യരോട്, കാനാന്യരോട്, ഓപ്ഷൻ സി ഏദോം രാജാവിനോട്, മോവാബ് രാജാവിനോട്, അമോര്യ രാജാവായ സീഹോനോട്. ഉത്തരം ഏദോം രാജാവിനോട്, മോവാബ് രാജാവിനോട്, അമോര്യ രാജാവായ സീഹോനോട്. 26ാമത്തെ ചോദ്യം, സീഹോൻ താവളമടിച്ച സ്ഥലം? ഓപ്ഷൻ എ യാഹാസ്, ഓപ്ഷൻ ബി അർണോൺ, ഓപ്ഷൻ സി മരുഭൂമി. ഉത്തരം യാഹാസ്. 27ാമത്തെ ചോദ്യം, ഇസ്രായേലിൻ്റെ മുന്നിൽ നിന്ന് അമോര്യരെ തുരുത്തിയത് ആര്? ഓപ്ഷൻ എ ഗിലെയാദ്, ഓപ്ഷൻ ബി ജെഫ്ത, ഓപ്ഷൻ സി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. 28ാമത്തെ ചോദ്യം, ജെഫ്ത 2ാം പ്രാവശ്യം ദൂതന്മാരെ അയച്ച് അമോര്യ രാജാവിനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഓപ്ഷൻ എ 5, ബി 12, സി 10. ഉത്തരം 5. 29ാമത്തെ ചോദ്യം, അമോന്യ രാജാവിൻ്റെ ദൈവത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ സിപ്പോർ, ബി ബാലാക്, സി കെമോഷ്. ഉത്തരം കെമോഷ്. 30ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 11:27 കർത്താവിൻ്റെ ആരായിട്ടാണ് ജെഫ്ത വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ വിധികർത്താവ്, ബി ന്യായാധിപൻ, സി സത്യദൈവം. ഉത്തരം ന്യായാധിപൻ. 31ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 11-ൽ എത്ര തലക്കെട്ടുകളുണ്ട്, എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻ എ 1 തലക്കെട്ട് 20 വാക്യങ്ങൾ, ബി 5 തലക്കെട്ട് 30 വാക്യങ്ങൾ,
സി തലക്കെട്ടുകളില്ല വാക്യങ്ങൾ 40. ഉത്തരം തലക്കെട്ടുകളില്ല വാക്യങ്ങൾ 40. 32ാമത്തെ ചോദ്യം. കർത്താവിൻ്റെ ആത്മാവ് ജെഫ്തായുടെ മേൽ ആവസിച്ച അധ്യായം വാക്യം ഏത്? ഓപ്ഷൻ എ 11:10, ബി 11:11, സി 11:29. ഉത്തരം 11:29. 33ാമത്തെ ചോദ്യം. ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആര്? ഓപ്ഷൻ എ സീഹോൻ, ബി യൂദയ, സി കിലായത്ത്. ഉത്തരം സീഹോൻ. 34ാമത്തെ ചോദ്യം. അമോന്യരോട് യുദ്ധം ചെയ്യുന്നതിന് മുൻപ് ചെയ്തത് എന്ത്? ഓപ്ഷൻ എ കർത്താവിന് നേർച്ച നേർന്നു, ബി പ്രാർത്ഥിച്ചു, സി ഉപവാസമെടുത്തു. ഉത്തരം കർത്താവിന് നേർച്ച നേർന്നു. 35ാമത്തെ ചോദ്യം. ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ആരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും ഇസ്രായേൽ എത്ര വർഷം താമസിച്ചു എന്നാണ് ജെഫ്ത 11:26 പ്രസ്താവിക്കുന്നത്? ഓപ്ഷൻ എ 10 വർഷം, ഓപ്ഷൻ ബി 300 വർഷം, ഓപ്ഷൻ സി 100 വർഷം. ഉത്തരം 300 വർഷം. 36ാമത്തെ ചോദ്യം. വലിയ കൂട്ടക്കൊല നടന്നത് എത്ര പട്ടണങ്ങളിൽ എന്നാണ് 11:13 പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 8. ഉത്തരം 20. 37ാമത്തെ ചോദ്യം. ജെഫ്തായുടെ മകൾ എത്ര മാസത്തേക്കാണ് തൻ്റെ കന്യാത്വത്തെക്കുറിച്ച് വിലപിച്ചത്? ഓപ്ഷൻ എ 2 മാസത്തേക്ക്, ബി 3 മാസത്തേക്ക്, സി 1 മാസത്തേക്ക്. ഉത്തരം 2 മാസത്തേക്ക്. 38ാമത്തെ ചോദ്യം. ജെഫ്ത എത്രാമത്തെ ന്യായാധിപനായിരുന്നു? ഓപ്ഷൻ എ 1-ാമത്തെ, ഓപ്ഷൻ ബി 3-ാമത്തെ, സി 8-ാമത്തെ. ഉത്തരം 8-ാമത്തെ. 39ാമത്തെ ചോദ്യം. ജെഫ്തായെക്കുറിച്ചുള്ള വിവരണം എത്ര അധ്യായങ്ങളിലാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ 10, 11, 12 അധ്യായങ്ങൾ, ഓപ്ഷൻ ബി 10, 12, 13 അധ്യായങ്ങൾ, ഓപ്ഷൻ സി 8, 9, 10 അധ്യായങ്ങൾ. ഉത്തരം 10, 11, 12 അധ്യായങ്ങൾ. 40ാമത്തെ ചോദ്യം. ആരേക്കാൾ ശ്രേഷ്ഠനാണ് നീയെന്നാണ് ജെഫ്ത 11:25 ചോദിക്കുന്നത്? ഓപ്ഷൻ എ ഗിലെയാദിൻ്റെ പുത്രൻ ജെഫ്തായേക്കാൾ, ബി സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ, സി ബാലാക്കിൻ്റെ പുത്രൻ സിപ്പോറിനേക്കാൾ. ഉത്തരം സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ. 41ാമത്തെ ചോദ്യം. അധ്യായം 12 എത്ര ന്യായാധിപന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, സി 10. ഉത്തരം 4. 42ാമത്തെ ചോദ്യം. അധ്യായം 12 എത്ര തലക്കെട്ടുണ്ട്? വാക്യങ്ങൾ എത്ര? ഓപ്ഷൻ എ വാക്യങ്ങൾ 15, തലക്കെട്ട് 1, ബി വാക്യങ്ങൾ 10, തലക്കെട്ട് 3, സി വാക്യങ്ങൾ 15, തലക്കെട്ട് 3. ഉത്തരം വാക്യങ്ങൾ 15, തലക്കെട്ട് 3. 43ാമത്തെ ചോദ്യം. 12:1 ജെഫ്തായോടും ഗിലെയാദുകാരോടും യുദ്ധത്തിനൊരുങ്ങിയത് ആര്? ഓപ്ഷൻ എ എഫ്രൈംകാർ, ബി അമ്മോന്യർ, സി കാനാന്യർ. ഉത്തരം എഫ്രൈംകാർ. 44ാമത്തെ ചോദ്യം. എഫ്രൈംകാർ ജെഫ്തായെ എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ തോൽപ്പിക്കും, ബി വധിക്കും, സി നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ഉത്തരം നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. 45ാമത്തെ ചോദ്യം. അമ്മോന്യർക്ക് എതിരെ ചെന്നത് എങ്ങനെ? ഓപ്ഷൻ എ ധൈര്യത്തോടെ, ബി ഭയത്തോടെ, സി ജീവൻ കയ്യിലെടുത്ത്.
ഉത്തരം ജീവൻ കയ്യിലെടുത്ത്. 46-ാമത്തെ ചോദ്യം, ജഫ്ത എഫ്രൈമിനോട് യുദ്ധം ചെയ്തത് എങ്ങനെ? ഓപ്ഷൻ എ ഒറ്റയ്ക്ക്, ബി ധൈര്യത്തോടെ, സി ഗിലെയാദുകാരെ ഒപ്പം ഒന്നിച്ചുകൂട്ടി. ഉത്തരം ഗിലെയാദുകാരെ ഒപ്പം ഒന്നിപ്പിച്ച് കൂട്ടി. 47-ാമത്തെ ചോദ്യം, ഗിലെയാദുകാർ എഫ്രൈംകാരെ എന്തു ചെയ്തു? ഓപ്ഷൻ എ കൊന്നുകളഞ്ഞു, ബി തോൽപ്പിച്ചു, സി തകർത്തുകളഞ്ഞു. ഉത്തരം തകർത്തുകളഞ്ഞു. 48-ാമത്തെ ചോദ്യം, ഗിലെയാദുകാരെക്കുറിച്ച് എഫ്രൈംകാർ പറഞ്ഞത് എന്ത്? ഓപ്ഷൻ എ അവർ ഭീരുക്കളാണ്, ഓപ്ഷൻ ബി അവർ എഫ്രൈമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണ്, സി യോദ്ധാക്കളാണ്. ഉത്തരം അവർ എഫ്രൈമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണ്. 49-ാമത്തെ ചോദ്യം, എഫ്രൈംകാരോട് എതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്തത് എന്ത്? ഓപ്ഷൻ എ ജോർദാൻ്റെ കടവുകൾ, ബി ഏദോം ദേശം, സി കാനാൻ ദേശം. ഉത്തരം ജോർദാൻ്റെ കടവുകൾ. 50-ാമത്തെ ചോദ്യം, എഫ്രൈമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അവൻ ഗിലെയാദുകാരോട് ചോദിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ, ഓപ്ഷൻ ബി അടുത്ത ദേശത്തേക്ക് പൊയ്ക്കൊള്ളട്ടെ, ഓപ്ഷൻ സി നിന്റെ ദേശം ഏത്? ഉത്തരം അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ.